തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അട്ടിമറി നീക്കങ്ങൾ നടത്തുകയാണ് ബി. അണ്ണാമലൈ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ട്രെൻഡിനെ തിരികൊളുത്തിയതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ട്വിസ്റ്റുകൾ നടക്കാൻ പോവുകയാണ്. സ്റ്റാലിനെ തകർക്കാൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ ആകെ കഴിയുന്നത് ഇളയ ദളപതി വിജയ്ക്കാണ്. കാരണം ഇവിടെ സ്റ്റാലിൻ ഉലകനായകനെ ഇറക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്റ്റാലിന്റെ പിൻഗാമിയായ ഉദയനിധി സ്റ്റാലിൻ ഇന്ത്യൻ 2 എന്ന ശങ്കറിന്റെ സിനിമ ഏറ്റെടുത്തതിന് പിന്നിൽ അത്തരത്തിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ 2 എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 200 കോടിയാണ്. എന്നാൽ 15 കോടി മാത്രമായിരുന്നു ആദ്യ ഭാഗത്തിന്റെ മുതൽ മുടക്ക്. 5 ഭാഷകളിലായി റിലീസിനെത്തുന്ന ഈ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസും ഉദയനിധി സ്റ്റാലിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള റൈഡ് ജെയിൻസ് മൂവീസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. എന്നാൽ ഈ ചിത്രം വൻ വിജയമായാൽ അത് കമലഹാസന് നൽകുന്നത് വലിയ ഊർജമാകും, രാഷ്ട്രീയ ഊർജമാകും. അത് DMK രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതോടുകൂടി ദളപതിയും കമലും തമ്മിൽ നേർക്കുനേർ ഒരു പോരാട്ടത്തിന് വഴിവെക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിയും ഉലകനായകൻ കമൽഹാസനുമായിരിക്കും നേർക്കുനേർ വരിക. നിലവിൽ ശക്തനായ എതിരികളില്ലാതെയാണ് DMK സഖ്യം ഭരണം നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴകം DMK സഖ്യം എടുത്തതോടെ പ്രതിപക്ഷ പാർട്ടികൾ ചിഹ്ന ഭിന്നമായിരിക്കുകയാണ്. പ്രധാന പ്രതിപക്ഷമായ അണ്ണാ DMKയുടെ അവസ്ഥയും ഇപ്പോൾ വളരെ ദയനീയമാണ്. എന്നാൽ അവിടെയാണ് BJPയുടെ ഇടപെടൽ പ്രധാനമാകുന്നത്. ദളപതി വിജയ് 2026 നിയമസഭയിൽ മത്സരിക്കാൻ തയ്യാറാകുമ്പോൾ ഭയക്കുന്നത് സ്റ്റാലിനും DMKയുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ദളപതിയെ ഒപ്പം നിർത്താൻ BJP ശ്രമിക്കുമെന്ന കാര്യത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചകൾ വലിയ രീതിയിൽ ശക്തമാവുകയാണ്. വിജയ് രൂപീകരിച്ച തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. ഇതിനു മുന്നോടിയായി തന്റെ ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടനയെ തമിഴക വെട്രി കഴകത്തിൽ വിജയ് ലയിപ്പിച്ചിട്ടുണ്ട്. ഇത് വിജയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൂട്ടും. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി ഏറെ സ്വാധീനമുള്ള വിജയ് ഫാൻസ് അസോസിയേഷന് ഓരോ ജില്ലകളിലും ലക്ഷക്കണക്കിന് പ്രവർത്തകരാണുള്ളത്. ഇതാണ് വിജയ്ക്ക് ആവേശം കൂട്ടുന്നത്. ദളപതിയുടെ ഈ ആരാധന കരുത്തിനെയാണ് DMK ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ വലിയ രീതിയിൽ ഭയപ്പെടുന്നത്. വിജയ് താരപരിവേഷം ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ റാലികളും റോഡ് ഷോയും നടത്തിയാൽ അത് ഒരു തരംഗമായി മാറുമെന്ന ഭയം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുകയാണ്. അതായത് സ്റ്റാലിൻ അടക്കമുള്ളവരെ ഇപ്പോൾ ഇത് ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദളപതിയെ പ്രതിരോധിക്കാൻ ബദൽ സംവിധാനമാണ് ഇപ്പോൾ DMK തേടുന്നത്. അതായത് ഉലകനായകൻ കമൽഹാസനെ വെച്ച് രാഷ്ട്രീയം കളിക്കുക എന്നുള്ളത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പിൻഗാമിയായ ഉദയനിധിക്കൊപ്പം തന്നെ ഉലകനായകൻ കമൽഹാസനെ കൂട്ടി രംഗത്തിറക്കാനാണ് ഇപ്പോൾ DMK നേതൃത്വം ആലോചിക്കുന്നത്. 2026 അധികാരം ലഭിച്ചാൽ കമൽഹാസന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിൽ ജനസേന പാർട്ടി നേതാവും തെലുങ്ക് സൂപ്പർ സ്റ്റാറുമായ പവൻ കല്യാണിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് നൽകിയിരുന്നത്. പവൻ കല്യാണിന്റെ പവറാണ് ആന്ധ്രയിൽ ഭരണം പിടിക്കാൻ ചന്ദ്രബാബു നായിഡുവിനെ സഹായിച്ചത്. എന്നാൽ ഇതേ രാഷ്ട്രീയമാണ്, ഈ മോഡലാണ് തമിഴകത്ത് പരീക്ഷിക്കാൻ ഇപ്പോൾ DMK ഒരുങ്ങുന്നത്. നിലവിൽ കമലിന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയ്യം DMKയുമായി സഹകരിക്കുന്നുണ്ട്. രാജ്യസഭയിൽ കമലിന് ഒരു സീറ്റും DMK വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അഴിമതിക്കെതിരെ പോരാടുന്ന പ്രതിച്ഛായയോടെ കമൽ കളം നിറഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ DMK മുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലാണ് സ്റ്റാലിൻ അടക്കമുള്ളവർക്ക്. നിലവിൽ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പ്രതിച്ഛായയാണ് ദളപതിക്കുമുള്ളത്. തമിഴ്നാട്ടിലെ മദ്യ ദുരന്തവും നീറ്റ് വിഷയവും മുൻനിർത്തി വിജയ് നടത്തിയ പ്രതികരണം വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. ഇത് വലിയ വിവാദമായിരുന്നു. ഇതാകട്ടെ സ്റ്റാലിൻ സർക്കാരിന് തലവേദനയുമായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സിനിമാ അഭിനയം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ദളപതി വിജയുടെ ഇനി ഇറങ്ങാനുള്ള സിനിമ ഗോട്ടാണ്. അതായത് ഇന്ത്യൻ 2 പിന്നാലെ എത്തുന്ന ഗോട്ട് ഇന്ത്യൻ 2 മറികടക്കുമോ എന്നതും പ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെ വന്നാൽ BJP വിജയുമായി കൈകോർത്തുകൊണ്ട് തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി വിജയം നേടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്.